ഇപ്പോൾ അറ്റ്ലാന്റ ഫാം, അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു പ്രസ്ഥാനം തന്നെ. കാരണം ഞാനിപ്പോൾ എല്ലാ കടയിലും കയറിയപ്പോഴത്തേക്കും നമുക്ക് ഒരു കടയിലില്ലാത്ത ഫിഷ് തീർച്ചയായിട്ടും അടുത്ത കടയുണ്ടാവും. ഇതെന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരുപോലെ അല്ലല്ലോ സ്റ്റോക്ക് ചെയ്യുന്നത്. ഓരോരുത്തർ അവരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അവരുടേതായ സ്റ്റോക്കുകൾ അവർ കൊണ്ടുവരുന്നത്, നമ്മളുടേതായ സ്റ്റോക്ക്, നമ്മൾ അവരായിട്ടൊരു ഇതിന്നൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർ കൊണ്ടുവരും. അപ്പോൾ അവർ ഏതാണെന്ന് നോക്കിയിട്ട് അവർ കൊണ്ടുവരും. എല്ലാവരും ഒരേ സ്ഥാനങ്ങൾ തന്നെ ആയിരിക്കില്ല, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ചേട്ടാ, ഈ അറ്റ്ലാന്റ തുടങ്ങിയത് എത്ര വർഷം മുന്നെയാണ് തുടങ്ങിയത്? 10 വർഷം മുന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ ചേട്ടൻ തന്നെയാണ് തുടങ്ങിയത്? മീൻസ് ഞാൻ തന്നെ തുടങ്ങിയത്. ഞാൻ തുടങ്ങി ഒരു 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇപ്പോൾ പല സെക്ഷനാക്കി. ബിഗിനിങ് ഇവിടെ വരുമ്പോൾ ഒരു അനക്കോ ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ ബിഗിനിങ് നിന്ന് പതുക്കെയാണ് ആക്കിയെടുത്തത്. 10 വർഷം കൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്തേക്കണതാണ്. 10 വർഷം കൊണ്ട് എടുത്താണ്. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ചതുപ്പായിരുന്നു, വെറുതെ ഒരു പറമ്പായിരുന്നു, അത് ഇങ്ങനെ ആക്കിയെടുത്തതാണ്. ഇപ്പോൾ ഇപ്പോൾ ഓരോ ഫാമിലും കയറുമ്പോൾ എനിക്ക് എന്താ പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ എല്ലാ ഷോപ്പിൻ്റെ ചുറ്റും കുളങ്ങളുണ്ട്. അത് എന്താണ് അവർക്ക്? അതാണ് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും നമുക്ക് ബ്രീഡ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ റെയർ ചെയ്യിക്കാനോ വലുതാക്കാനോ ഒപ്പം സെയിൽ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. മറ്റുള്ള സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ ഗ്ലാസ് ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ കുറച്ച് മീൻ കൂടുതൽ ബൾക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ മീൻ വന്നാൽ പോലും ഞങ്ങൾക്കിവിടെ സ്റ്റോക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. മറ്റുള്ള സ്ഥലത്ത് ഇപ്പോൾ ഒരു 10 കസ്റ്റമർ ഒരുമിച്ച് വന്നാൽ അവിടെ മീൻ തീർന്നു പോകും. ഇവിടെ എന്ന് പറഞ്ഞാൽ 10 അല്ല 100 കസ്റ്റമർ വന്നാൽ പോലും നമ്മുടെ അടുത്ത് മീൻ ബൾക്ക് സ്റ്റോക്ക് പിന്നെയും കാണും. അതായത് നല്ലൊരു സ്റ്റോക്ക് ചെയ്യാനുള്ള സ്റ്റോക്ക് ഓൾറെഡി ഇപ്പോൾ എൻ്റെ അടുത്ത് മാത്രം ഒരു 10-20 ലക്ഷം രൂപയുടെ മീൻ കിടപ്പുണ്ട്. 20 ലക്ഷം രൂപയുടെ മീൻ എൻ്റെ അടുത്ത് മാത്രമുണ്ട്, ഒരാളുടെ അടുത്ത് മാത്രം. അതേപോലെ എല്ലാവരുടെ അടുത്തും കാണും. അപ്പോൾ 5 ഫാമുണ്ട്, 5 ഷോപ്പുണ്ട്. അതിൽ ഒരാളുടെ അടുത്ത് മാത്രം ഏകദേശം 20 ലക്ഷം രൂപയുടെ മീൻ. ആ വെറൈറ്റീസാണ്, കാരണം അതിന് മാത്രം വെറൈറ്റി. കാരണം ഈ ഒരു ഇത്രയും തുക 2 രൂപക്ക് കിട്ടുന്ന മീൻ തുടങ്ങി 5 ലക്ഷം രൂപ വരെയുള്ള മീൻ എൻ്റെ അടുത്ത് സ്റ്റോക്കുണ്ട്, മീൻസ് ഒരെണ്ണത്തിന്. അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ അരോണയുടെ തന്നെ ഒരു 4-5 സൈസുകൾ കിടപ്പുണ്ട്. അതുപോലെ ഓസ്കർ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ സീബ്ര തന്നെ 7-8 കളേഴ്സ് കിടപ്പുണ്ട്. സീബ്ര അതൊന്നും പുറത്ത് അവൈലബിൾ അല്ല, വളരെ കുറച്ച് റയർ കടകളിലും മാത്രം. ഗ്രീൻ കളറ്, ഗ്രീൻ്റെ തന്നെ ഡാർക്ക് ഗ്രീൻ, യെല്ലോ, പർപ്പിള്, പിന്നെ ഗോൾഡൻ യെല്ലോ, ഓറഞ്ച്, പൈനാപ്പിള്, ബ്ലൂ, പിന്നെ സീബ്ര ബ്ലൂ, അങ്ങനെ 10 വെറൈറ്റി ഉണ്ട് അതിൻ്റെ തന്നെ. പിന്നെ അതേപോലെ തന്നെ വിഡോൻ്റെ ഒരു 4-5 കളർ പുതിയത് വന്നിട്ടുണ്ട്. കാരണം പുറം കടകളിൽ വളരെ റയറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കൂടുതൽ ബൾക്ക് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും ഒരു എക്സിബിഷൻ, ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ നടത്തിയാൽ എങ്ങനെ ഇരിക്കും, ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ നടത്തിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് അറ്റ്ലാന്റ ഫാം എന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇനിയും കടക്കാർക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാനുള്ള സ്ഥലമുണ്ടോ? ഓൾറെഡി ഇപ്പോൾ രണ്ട് സ്ഥലം കൂടി നമുക്ക് വേക്കൻ്റ് ആയിട്ടുണ്ട്. പക്ഷെ അത് ഒരാളിപ്പോൾ ഓൾറെഡി കൺഫേം ആക്കി വെച്ചേക്കാണ്. ഇനി ഒരെണ്ണം കൂടിയാണ് ഉള്ളത്. അത് കൂടാതെ നമ്മളൊരു 3 മാസത്തിനുള്ളിൽ വേറൊരു ഷോറൂം, അതായത് സെറ്റിംഗ് ടാങ്കുകളുടെ മാത്രമായിട്ടൊരു ഷോറൂം കൂടി വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് മെയിൻ്റനൻസ്, മറ്റേ ടൈൽസ്, ഇവിടെ ഫുള്ള് ടൈൽസ് ഇടാനുള്ള അതൊക്കെ എഗ്രി ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ ഈ കൊറോണ കാരണമുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അപ്പോൾ എല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ എന്നല്ല, അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇതേപോലത്തെ ഒരു ഫാം ഉണ്ടാവില്ല. അതേ സൂപ്പറായിട്ട് നമ്മളത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം കാണാനും അത്യാവശ്യം പർച്ചേസ് ചെയ്യാനും, അതിൽ കോഫി ഷോപ്പ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പാർക്ക് തന്നെ രൂപീകരിക്കാനുള്ള ശ്രമം. രാവിലെ വന്നാലൊരു ഉച്ച വരെയൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിലും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആരാപ്പയ്മ തന്നെ ഞാൻ അവിടെ കിടക്കുന്നുണ്ട്. ഈ ആരാപ്പയ്മ തന്നെ എത്ര കിലോയാണ് കിടക്കുന്നത്? അത് ഏകദേശം 150 കിലോ ഉണ്ട്. 150 കിലോയുടെ ആരാപ്പയ്മയാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു 150 കിലോയുടെ ആരാപ്പയ്മ ഒരാൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടത്? 5 ലക്ഷം രൂപ വരും. 5 ലക്ഷം രൂപ 150 കിലോ ആരാപ്പയ്മ നമ്മൾ നേരത്തെ കണ്ടു, ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അത്രയും വിലയുള്ള അത് ശരിക്കും ഇവിടുന്ന് പോകുന്നുണ്ട്, മേടിക്കാറുണ്ട്. നമ്മൾ അത്രയും വലുത് ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആൾക്കാർ കൊണ്ടുപോകാറില്ല. അതിൻ്റെ ചെറുതൊരു 1 ലക്ഷം രൂപ, 1.25 ലക്ഷം രൂപയുള്ള 4 അടിയുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയുള്ളൂ, ഇനിയിപ്പോൾ അടുത്ത ദിവസം 2 റൗണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആരാപ്പയ്മ, ഓസ്കാർ, അതേപോലെ അരോണ എല്ലാം. ഇപ്പോൾ ഈ അരോണയിൽ തന്നെ ഈ ഗോൾഡൻ കളർ അങ്ങനെയുള്ള വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ടോ? അരോണയിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്ന സിൽവറും കിടപ്പുണ്ട്, RTG റെട്ടൈൽ ഗോൾഡൻ എന്ന് പറഞ്ഞൊരു സാധനം കിടപ്പുണ്ട്. പിന്നെ ആൽബിനോ റെട്ടൈൽ എന്ന് പറഞ്ഞിട്ട് റെഡ് ഐ അതുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ അപ്പുറത്ത് 24 കാരറ്റ് ഗോൾഡ് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേറെ ഏതോ 2 അരോണും കൂടി അവിടെ കിടപ്പുണ്ട്. ആ കടയിൽ അപ്പുറത്ത് റോസ് ലാൻഡിൽ കിടപ്പുണ്ട് 2-3 വെറൈറ്റി അവിടെ കിടപ്പുണ്ട്. പേള് കിടപ്പുണ്ട്.
അപ്പോൾ എല്ലായിടത്തും കൊണ്ട് നോക്കിയാൽ ഏകദേശം അത്യാവശ്യം വെറൈറ്റീസ് അരോണ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും വെറൈറ്റി ഉള്ള നമുക്ക് ഇത് എല്ലാം അറിയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ കടയിൽ ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. സമയമില്ല. ഞാനിപ്പോൾ ചേട്ടനെ സത്യം പറഞ്ഞാൽ രണ്ട് മണിക്കൂറിന് മേളിൽ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ചേട്ടൻ എനിക്കൊന്ന് കൈ കിട്ടിയത്. അത്രയും തിരക്കാണ്, നമുക്കൊന്നും പറയാനില്ല. കാരണം കടക്കാർ മാത്രമല്ല ഇവിടെ വരുന്ന, റീറ്റെയിലേഴ്സും എല്ലാവരും ഭയങ്കര ഇപ്പോൾ ഉച്ച കഴിഞ്ഞാൽ റീറ്റെയിൽ മാത്രമാകും. റീറ്റെയിൽ ഭയങ്കര തിരക്കായിരിക്കും. എന്നാണ് ഇവിടെ ഒരു സ്റ്റോക്ക് വരുന്ന ദിവസം? അങ്ങനെയല്ല, നമുക്ക് ബുധനാഴ്ച ഒഴിച്ചുള്ള എല്ലാ ദിവസവും സ്റ്റോക്ക് ഉണ്ട്. ബുധനാഴ്ച മാത്രം ഉണ്ടാവില്ല. ബുധനാഴ്ച നമ്മളിപ്പോൾ ചൊവ്വാഴ്ച ഒരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ, ഓൾ കേരള ആൾക്കാർ വരുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. ആ ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ബുധനാഴ്ച നമ്മളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ഇല്ല, എന്നാലും ഒന്ന് ശരിക്കും ക്ലോസ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലേക്ക്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് നമ്മൾ എത്ര ഏക്കറിലാണ് കിടക്കുന്നത്? ഒരു ഏക്കറിൽ ഒരു ഫാമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 5 ഷോപ്പുണ്ട്. അതേപോലെ 8 ഷോപ്പുണ്ട്. 9 ഷോപ്പുണ്ട്. അതിൽ തന്നെ ഒരാൾ തന്നെ 2 വെച്ചിട്ട് 2 ഷോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ഷോപ്പ് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഒരാളുടെ തന്നെയാണ് ഈ ഫ്രണ്ടിലത്തെ ഷോപ്പും അങ്ങേറ്റത്തെ ഷോപ്പ് ഒരാളുടെ തന്നെയാണ്. അവിടെ 2 ഷോപ്പ് അടുപ്പിച്ചുള്ളത് 2 ഒരാളുടെ തന്നെയാണ്. ആണല്ലേ? സാധാരണ മലയാളിക്ക് വന്നു കഴിഞ്ഞാൽ ഫിഷ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വിലയുടെ ബുദ്ധിമുട്ടുകൊണ്ടോ തിരിച്ചു പോകേണ്ട വരത്തില്ല? നോർമലി വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരിലേക്കാളും വില കുറച്ച് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ അവകാശപ്പെടാനും പറ്റുന്നില്ല. എന്നാലും നോർമലി ഒരുവിധപ്പെട്ട എല്ലായിടത്തും കൊടുക്കണേലും വില അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, നമ്മൾ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമർ വന്നാൽ പോലും നമ്മൾ പറയാം നിങ്ങൾ 10 എടുത്തോ, 10 എടുത്ത് നമ്മൾ വില അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഹോൾസെയിൽ വിലയ്ക്ക് തരാം. ഹോൾസെയിൽ വില അല്ലെങ്കിലും അതായത് നമ്മളിപ്പോൾ 100 രൂപ പറയുന്ന സാധനം ഒരു ചിലപ്പോൾ 80 രൂപക്കൊക്കെ 10 എടുക്കുമ്പോൾ കിട്ടും. അപ്പോൾ അത്രയും ഡിഫറൻസ് വരും ഒരെണ്ണത്തുമേൽ. അപ്പോൾ അത്രയും ഡിഫറൻസ് എല്ലാത്തിലും വരും. അപ്പോൾ എന്നുവെച്ചാൽ അത് കസ്റ്റമർക്ക് എന്ന് പറഞ്ഞാൽ 10 എടുക്കുമ്പോഴത്തേക്ക് 200 രൂപ ലാഭം കിട്ടില്ല. അപ്പോൾ ആദ്യം ചോദിക്കേണ്ടായിരുന്നു, ഇതിലാണ് ചോദിച്ചേണ്ട പേരെങ്ങനെയായിരുന്നു? ഒരു മനോജ്. മനോജേട്ടനിപ്പോൾ 10 വർഷമായിട്ട് തുടങ്ങിയ ഫാമാണിത്. അപ്പോൾ ഈ ഒരു ഫാം എല്ലാ രീതിയിലും സക്സസ് ആവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദിയുണ്ട് മനോജേട്ടാ ഇത്ര നേരം സമയം ചെലവഴിച്ചത്. ഇത് വിഡോൻ്റെ ഒരു കളറാണ്, ഗ്രീൻ വിഡോ. വളരെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു സാധനമാണിത്, ഗ്രീൻ വിഡോ. നല്ല പണ്ടൊക്കെ ഒന്ന് കളേർഡായിട്ട് കളർ കയറ്റിയിട്ട് വരുന്ന സാധനങ്ങളായിരുന്നെങ്കിൽ ഇത് ഒറിജിനൽ കളേർഡാണ്. ഇഞ്ചെക്ട് ചെയ്ത് നേരത്തെ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഒറിജിനൽ കളറാണ്. അതിൻ്റെ തന്നെ യെല്ലോ കണ്ട, ഈ യെല്ലോ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ. ഈ സാധനം ഒന്നും പുറത്ത് അവൈലബിൾ അല്ല. പിന്നെ ഇതിൻ്റെ തന്നെ യെല്ലോ ഗ്രീനും ഉണ്ട്. യെല്ലോ ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, റെഡിഷ് ബ്ലാക്ക്. അത് ഈ സാധനമൊന്നും പുറത്ത് മാർക്കറ്റിലേക്ക് അധികം വന്നിട്ടില്ല. ഇതൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. പിന്നെ നാച്ചുറൽ പ്ലാന്റ്സ് വെച്ചുള്ള ഈ സെറ്റിങ്സ് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാതെ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. ഒരു റിയൽ ആയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ശരിക്കും ഒരു കാട്, ഒരു മല പ്രദേശത്തുള്ള ഒരു കാട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂണിറ്റിന് എത്ര രൂപ? ഈ ഒരു യൂണിറ്റ് ഇതാ. ഞാനത് കൺഫേം ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഞാനത് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. ഫൗണ്ടൻ വിത്ത് ഒരു പുതിയ ഈ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയാണ്. അത് നമ്മൾ പുറത്ത് ഒരാളെ കൊണ്ട് ചെയ്യിച്ചിട്ട് അങ്ങനെ എടുത്തേക്കുന്നത്. അല്ല ഇങ്ങനെ വരുന്നതല്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്യിച്ചെടുത്താണ്. ഇതിപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. വിൽക്കാൻ വെച്ചേക്കുന്നതാണോ അതോ ജസ്റ്റ് അല്ല, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്താൽ മാത്രമേ ആൾക്കത് മനസ്സിലാവുള്ളൂ. നമ്മളിങ്ങനെ കുറേ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായില്ല? അത് ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിനോടുള്ള താല്പര്യം വരും. ശരിക്കും നല്ല വീട്ടിലേക്ക് ഒരു ഇൻസൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഒരു വാട്ടർ ബോഡി അല്ലേ, ഒരു വെള്ളത്തിൻ്റെ ഒരു അനക്കവും കിട്ടും, ഒരു ചെറിയൊരു കൂളിങ്. പിന്നെ ആളുകളുടെ കണ്ണുകൾക്ക് ഒരു മീനും കാണാൻ പറ്റും. അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ടാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ടോപ്പിലൊരു ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ വരുന്നുണ്ട്. അത് ആയി വന്നോളൂ. പമ്പ് എല്ലാ സിസ്റ്റമാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 5ഓളം ഫാംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ഫാംസിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ചേട്ടൻ വിളിച്ച് അവിടെ അരാപ്പയമ്മയുടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്കത് കാണാൻ വേണ്ടി പോവാം. ഇപ്പോൾ നമ്മൾ വെറ്റ് പെറ്റ്സിലോട്ടാണ് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ള ഷോപ്പാണ്. അത്യാവശ്യം സൈസുള്ളൊരു അരവാനയാണ്. ഡിസ്കസാണ് ഇപ്പോൾ ഈ കാണുന്നത്, നല്ല ഭംഗിയുള്ള ഡിസ്കസ്. പിന്നെ വെറ്റ് പെറ്റ്സിൽ ഇപ്പോൾ
ചെറിയ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് എക്സ്പാൻഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈഡിലൊരു കുളമൊക്കെ ഒരു പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫിഷസ് ഉണ്ട്, എന്നാലും എൻ്റെ മെയിൻ്റനൻസ് വർക്കായിട്ട് അവർ കുറച്ച് ഫിഷസ് എടുത്തിട്ടുള്ളൂ. പക്ഷേ അക്വേറിയംസ് നിറയെ ഉണ്ട്. ഇത് രണ്ടാമത്തെ ഷോപ്പാണ്, അറ്റ്ലാന്റ അക്വേറിയം. നമുക്ക് ആ ഷോപ്പിൽ കയറി നോക്കാം. അത് വേണം. ഇവിടെ നിറയെ ഫിഷ് ഫുഡിൻ്റെ തന്നെ ഒരു കളക്ഷൻസ് തന്നെ ഉണ്ട് ഇവിടെ. ഡിസ്കസിൻ്റെയും അതേപോലെ തന്നെ ഓസ്കാറിൻ്റെയും അങ്ങനെ പല പല ഫുഡ് വെറൈറ്റീസ്, കളർ കൂടാനുള്ള ഫുഡ്സും എല്ലാം ഇവിടെ ഉണ്ട്. ശരിക്കും അതുപോലെ തന്നെ നമ്മുടെ ആ ബൗളിൻ്റെയൊക്കെ ബേസ് ടോപ്പ് വരുന്നതും എല്ലാം ഇവിടെ ഉണ്ട്. പംസ്, ഈ റെഡ് പിങ്ക് കളറ് മാത്രം അല്ലേ, ജോയിൻറ്റ് ഫ്രീ ആയിട്ടുള്ള അല്ലേ? ടോപ്പ് എല്ലാം ലൈറ്റും ഫിൽറ്ററും ഉണ്ടോ? എല്ലാം കൂടെ 1200, 600. ഓക്കെ ഓക്കെ സാർ. പിന്നെ റൗണ്ട് ടൈപ്പ് 1200. ലൈറ്റും ഈ അക്വേറിയവും ഇത്രയും സെറ്റപ്പ് അല്ലേ? ആ ഇൻറ്റീരിയർ ഇല്ലാതെ 1000, 1200 അല്ലേ ഏട്ടാ? 1200. ഇതൊക്കെ ഫൈറ്ററിൻ്റെ ജാറായിരിക്കും അല്ലേ? പിന്നെ മോർഫ്, ബ്ലൂ മോർഫ്, അങ്ങനെ പല യെല്ലോ കളറ് വെറൈറ്റീസ് ഉണ്ട്. അതേപോലെ ടൈഗർ ബാർബ്, ഗോൾഡ് ഫിഷ്, ഡോട്ടൊക്കെ ഉണ്ട്. അക്വേറിയം അല്ല തന്നെ നമുക്കിപ്പോൾ വളർത്തു മത്സ്യങ്ങൾ വേണം. നമുക്കിപ്പോൾ എഡിബിൾ ഫിഷ്, അതായത് സിലോപ്പി അങ്ങനെയുള്ള വെറൈറ്റീസ് എല്ലാം ഇവിടെ കരയുടെ നടുക്ക് തന്നെ പോണ്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇതിലുണ്ട്. കാർപ്പ്, കോഴിക്കാർപ്പ് കിടപ്പുണ്ട്. യൂസ് ചെയ്യുക, ഒരിക്കലും തുരുമ്പ് പിടിക്കത്തില്ല. പ്ലാസ്റ്റിക് ആണ് ഫുള്ള്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പ്ലാന്റ്സ്, അതേപോലെ തന്നെ അക്കരത്തിൻ്റെ അകത്ത് ഡെക്കറേഷൻ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന കൊച്ചു കൊച്ചു മോഡൽസ്. ശരിക്കും നമ്മളിവിടെ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം നമ്മുടെ ഒരു അക്വേറിയം എല്ലാ രീതിയിലും സെറ്റ് ചെയ്യാനുള്ള എല്ലാത്തരം ഐറ്റംസും ഇവിടെ ഉണ്ട്. വേവ് ഉണ്ടാക്കുന്ന ഫുൾ മൂണും ഹാഫ് മൂണും നൂറൊന്നുമല്ല, ഇത് 10-500 മേളിൽ അടുത്ത ഫൈറ്റിൻ്റെ കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട്. ഒരു കോപ്പർ കളർ,
ഫൈറ്റിന് വേണ്ടി മാത്രം ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഫൈറ്റർ മാത്രം സെക്ഷൻ. അടുത്ത് നമുക്ക് റോസ് ലാൻഡ് അക്വ ഫാമിലോട്ട് കയറാം. റോസ് ലാൻഡിന് തന്നെ 2 ഷോപ്പുണ്ട്. ഇത് ഇടത് സൈഡിലെ ഷോപ്പാണ്. ഇവിടെ നിറയെ കളക്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ റോസ് ലാൻഡിൻ്റെ വലതുവശത്തെ ഷോപ്പാണ്. 2 ഷോപ്പിലും വേറെ വേറെ ഫീച്ചേഴ്സാണ് കീപ്പ് ചെയ്യുന്നത്. കയറി നമുക്ക് ഫൈറ്ററിൻ്റെ ഒരു കളക്ഷൻ കാണാം. അതുപോലെ തന്നെ കാർ വെറൈറ്റീസ്, ഫൈറ്റിൻ്റെ തന്നെ ഫുൾ മൂണും ഹാഫ് മൂണും അതേപോലെ തന്നെ പല സോളിഡ് കളേഴ്സ്, മിക്സ് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയായിട്ടാണ് എല്ലാ അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്.
യെല്ലോയും വൈറ്റും റെഡും ഒക്കെ കയറി വരുന്നൊരു കളറാണ്. നല്ല വാലൊക്കെ ഉണ്ട്. പാരറ്റ് ഫിഷിൻ്റെ ചെറിയ സൈസ്. ഫൈറ്റർ ഫീമെയിൽ ചെറിയ സൈസാണ്, അതുകൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് പറ്റിയ സൈസാണ്. നമ്മൾ ഫൈറ്റർ ഫീമെയിൽ എപ്പോഴും ചെറിയ സൈസിലാണ് ഏറ്റവും നല്ലത്. ടൈഗർ ബാർബാണത്, നിറയുണ്ട് ടൈഗർ ബാർബ്. സക്കർ ഫിഷ്. ഇനിയിപ്പോൾ നമ്മൾ ഗപ്പിക്കട അങ്ങോട്ട് പോവാം. എല്ലാ കടകളുടെ സൈഡിലും ഓരോ പോൺസ് ഉണ്ട്. ഇവിടെ പോണ്ട് തന്നെ ഉണ്ട് 10-13 ഗപ്പിക്കട കയറുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി നല്ല കളറുള്ള ഫിഷസ് ഉണ്ട്. പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് ബ്ലാക്ക് ഗപ്പീസ്. ഡിസ്കസിൻ്റെ നല്ലൊരു ശേഖരമുണ്ട്. ഇച്ചിരി കോസ്റ്റ്ലിയാണ് ഡിസ്കസ്, അതേപോലെ തന്നെ ഭംഗിയുള്ളതാണ്. ഫിഷുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെറൈറ്റിയാണ് ഡിസ്കസ്. ഇത് പല കളർ എൻ്റെ കയറി വരും, ഓറഞ്ചും യെല്ലോയും ആണ്, പല കളേഴ്സ് കയറും. ആരോണയുടെ ചെറിയ സൈസ്. അരാപ്പൈമ. നമ്മൾ കുറച്ച് മുമ്പ് ഒരു ടാങ്ക് കാണിച്ചെത്തി. ഈ ചങ്ങാതിയാണ് കയറി അങ്ങ് 200 കിലോ കയറി പോകുന്നത്. ആഫ്രിക്കൻ വനാന്തരങ്ങളുള്ള ഒരു മീനാണിത്. ഫ്രഷ് വാട്ടർ ഫിഷാണ്. ഫിഷിൻ്റെ ഈ സൈസ് കുറഞ്ഞത് ഇതാണ് വില. ഏഞ്ചൽ അരോണയുടെ അടുത്ത സൈസ് ഇച്ചിരി കൊണ്ട് വലിയ സൈസാണിത്. അതിൻ്റെ താഴെ നമുക്കൊരു അടിപൊളി ഏഞ്ചൽ ഫിഷും ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനിപ്പോൾ ഗപ്പിക്കടയിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മളിനി കയറാൻ പോകുന്നത് നമ്മൾ ഷോപ്പിലോട്ട് മെർമയിലോട്ടാണ് കയറുന്നത്. അപ്പോൾ നമസ്കാരം. ഈ അരോണ ഈ സൈസ് എത്ര അരോണയാ? ഇത് എത്ര സൈസിൻ്റെ അരോണയാ? എത്ര രൂപേന്? 500. ആഹാ. അപ്പോൾ 500 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സൈസ് അരോണ ഇവിടെ അവൈലബിൾ ആണ്. അരോണയിൽ 500 എന്ന് കേൾക്കുന്നത് തന്നെ വലിയ കാര്യമാണ്, കാരണം നല്ല കോസ്റ്റ്ലി ഒരു ഫിഷാണ്. അതുപോലെ തന്നെ ഇത് പാരറ്റ് ഫിഷ്, ഏറ്റവും ഭംഗിയുള്ളൊരു ഫിഷാണ് പാരറ്റ് ഫിഷ്. ഇതിൻ്റെ തന്നെ യെല്ലോ കളറ്, പല കളേഴ്സുണ്ട്. ഇതെങ്ങനെ കോസ്റ്റ് വരുന്നത്? 250 ഒരെണ്ണം, സിംഗിൾ പീസ്. റെപ്റ്റൈൽ ക്യാറ്റ് ഫിഷ്, അത് പീസ് 125 രൂപ വരും. ഓ, പീസ് 125 അല്ലേ? നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ തന്നെ വലുത് കിടക്കുന്നു, റെപ്റ്റൈൽ ക്യാറ്റ് ഫിഷ്. ഇപ്പം ഇതിൻ്റെ വലുത് നമുക്ക് കാണാം. വലുത് എവിടെയാണ് കിടക്കുന്നത്? അത്
ഇതാണ് സൈസ്. ഇത് ഇനിയും വലുതാവും അല്ലേ? ഇതെങ്ങനെ ഈ സൈസിന് എത്ര രൂപ വരും? ഈ സൈസിന് 300 രൂപ. അപ്പോൾ ഇതാണ് നമ്മുടെ കടയുടെ പേര്, അക്വാട്ടിക്ക. ഇതുണ്ട് കാർപ്പിൻ്റെ ഒരു ഇപ്പോൾ സ്റ്റോക്ക് കുറവാണ്. പക്ഷേ ഇത് തന്നെ സ്റ്റോക്ക് കുറവാണെന്നാണ് ചേട്ടൻ പറയുന്നത്. ശരി, കണ്ടു കഴിഞ്ഞാൽ പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ടി ചേട്ടനൊന്നും പിടിച്ച് കാണിക്കുകയാണ്. ഇത് ഇമ്പോർട്ടഡ് കാർപ്പാണ് അല്ലേ? ജാപ്പനീസ് കാർപ്പ്. നല്ല ഭംഗിയുള്ള ഇത് ഫുൾ ബ്ലാക്ക് കിടപ്പുണ്ട് അല്ലേ? പല സൈസിൽ എല്ലാ എണ്ണവും കിടപ്പുണ്ട്. എണ്ണം കുറവാണെന്ന് മാത്രം, എണ്ണങ്ങളെല്ലാം ഉണ്ട്. എണ്ണം കുറവാണ്. ഇന്ന് ഉച്ച 12 സ്റ്റോക്ക് എത്തുള്ളൂ. സ്റ്റോക്ക് നമ്മുടെ വന്നുകൊണ്ടിരിക്കുക, വണ്ടി വന്നു. ഓക്കെ. ഇത് കേരളത്ത് തന്നെ ഇവിടെ മാത്രമാണ് ഇതിന്റെ സ്റ്റോക്ക് ഉള്ളത്. എവിടെയെങ്കിലും കടയിൽ ചെന്നാൽ 1, 2, ഒരു 10 താഴെ കിട്ടുള്ളൂ. ഇതുപോലെ ബൾക്കായ സ്റ്റോക്കാണ്. അതെ, നമുക്കൊരു പോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബൾക്കായിട്ട് എടുത്തുള്ളൂ അല്ലേ? അപ്പോൾ ജസ്റ്റിൻ എന്നാണല്ലേ പേര്? അതെ അതെ. ഓക്കെ. അപ്പോൾ ഈ അക്വാട്ടിക് എന്ന കടയിൽ നമുക്കിപ്പോൾ കാർപ്പിൻ്റെ ഒരു സ്പെഷ്യൽ കടയെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ വെറൈറ്റി കാർപ്പാണ് ഉള്ളത്? നമ്മളുടെ അടുത്ത് ഇപ്പം സ്കെയിൽലെസ് ഉണ്ട്, യുവാക്കും ഉണ്ട്, പിന്നെ മനില ഉണ്ട്. ഓക്കെ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കാർപ്പാണ്. പിന്നെ വെയിൽ ടൈൽ ഉണ്ട്. ഓക്കെ. പിന്നെ ഇതിന്റെ തന്നെ പല സൈസും പല പാറ്റേൺസും ഉണ്ട്. ഇപ്പം നമുക്ക് ജാപ്പനീസിൽ തന്നെ റെഡ് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ട്രൈ കളർ, പിന്നെ അത് സിംഗിൾ കളർ വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, പിന്നെ പ്യുവർ ബ്ലാക്ക് വരുന്നുണ്ട്. പ്യുവർ ബ്ലാക്ക് വരുന്നുണ്ട് അല്ലേ? ഓഹോ, ഞാൻ പ്യുവർ ബ്ലാക്ക് ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. 3-4 പീസ് ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും ബ്ലാക്ക് ആയതുകൊണ്ട് അവർ കാണാൻ ബുദ്ധിമുട്ടാണ്. ശ്രമകരമാണ് കണ്ടുപിടിക്കാൻ. നമുക്ക് ഇതിന്റെ വിലയൊക്കെ എങ്ങനെയാ വരുന്നത്? ഇപ്പോൾ ഇതിന്റെ സൈസ് വെയിറ്റ് അനുസരിച്ചാണോ അത് എങ്ങനെയാണ്? ഇതിന്റെ കളർ അനുസരിച്ചാണോ വില? ഇതിന്റെ ഇഞ്ച് അനുസരിച്ചാണ് വില വരുന്നത്. 30 രൂപ തൊട്ടിട്ട് ഇപ്പൊ കിടക്കുന്ന 1000 രൂപ വരെ കിടപ്പുണ്ട്. ഇന്ന് ഈ ആഴ്ച ഇപ്പം ഇന്ന് സ്റ്റോക്ക് വരുന്നുണ്ട്. അന്നേരം 1500 രൂപ വരെയുള്ള പീസുകൾ ഇപ്പൊ വരുന്നുണ്ട്. നമ്മുടെ പേരെങ്ങനെയായിരുന്നു? ആൻസി. അപ്പോൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ചെയ്യുന്നതാണ്. ശരിക്കും നല്ലൊരു കസ്റ്റമേഴ്സ് ഉണ്ടോ ഇവിടെ? ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ കേരളം ഒട്ടാകെയുള്ള കസ്റ്റമേഴ്സാണ്. കടക്കാരാണ് കൂടുതൽ വരുന്നത്. എപ്പോൾ എന്തെങ്കിലും റീറ്റെയിൽ കസ്റ്റമേഴ്സും ഉണ്ട്, വരുന്നുണ്ട്. എങ്കിലും അപ്പം കടക്കാർ വരുമ്പോൾ ഞങ്ങൾ റീറ്റെയിൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ കടക്കാരേക്കാൾ അല്പം കൂട്ടി ആണ് അവർക്ക് കൊടുക്കുന്നത്. എന്നാൽ റീറ്റെയിൽ ചെറിയ വ്യത്യാസം. അത്രയും കൂടുതൽ എടുക്കുമ്പോൾ അതനുസരിച്ചുള്ള ഒരു വ്യത്യാസം അല്ലേ? ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും നമുക്ക് സ്റ്റോക്ക് ഒന്ന് കുറഞ്ഞിരിക്കുന്നത്. അല്ല, ഇന്ന് വരുന്ന ദിവസമാണ്. ഇന്ന് 12:30 1 മണി ആകുമ്പോഴത്തേക്ക് ലോഡ് വരും. അതായത് നമുക്കിവിടെ കൂടുതലും ചൊവ്വാഴ്ച ദിവസമാണ് മാർക്കറ്റ്. അതായത് വെള്ളിയാഴ്ച സാധനം വരും. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, അങ്ങനെയാണ് ഒരു മാർക്കറ്റ് നടക്കുന്നത്. പിന്നെ ബുധനാഴ്ച ലോഡ് എടുക്കാൻ പോകും. വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും സാധനം വരും. പിന്നെയും അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഇവിടെ ഇപ്പം ഒരു ഹർത്താൽ വരുന്നെന്ന് വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇച്ചിരി ഒരു കുറച്ച് വെച്ച് ലോഡ് ഇന്നത്തേനാക്കിയത്. അതിൻ്റെ വിവരം അറിഞ്ഞിട്ട് പറയും. അപ്പം എല്ലാ ഫിഷും, ഗോൾഡ് ഫിഷ് 5 രൂപ മുതൽ 150 രൂപ വരെയുള്ള ഗോൾഡ് ഫിഷ് ഉണ്ട്. 5 രൂപ മുതലുള്ള ഗോൾഡ് ഫിഷ് ഉണ്ട്. 5 രൂപ, 350 മുതലുള്ളതുണ്ട്. 350 മുതൽ പിന്നെ 150 രൂപ, 200 രൂപ വരെയുള്ള ഗോൾഡ് ഫിഷ് ഉണ്ട്. അതുപോലെ SK ആണേലും 8 രൂപ മുതൽ പിന്നെ 150, 200 രൂപ വരെയുള്ള SK ഉണ്ട്. നമ്മുടെ കടയുടെ ഷോപ്പിൻ്റെയാണ്. ഇതിപ്പോൾ ഇന്ത്യൻ കാർപ്പുകളാണ്. ഇതിപ്പോൾ തീർന്നു. ഇന്നിപ്പോൾ ലോഡ് വരുന്നതുകൊണ്ട് തീർന്നേക്കുന്ന. ഇവിടെ ഇന്ത്യൻ കാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 രൂപ മുതൽ ഹോൾസെയിലിൽ വരുമ്പോൾ 7 രൂപ മുതൽ 1000, 1200 രൂപ വരെയുള്ള കാർപ്പുണ്ട്. ഏകദേശം 12ഓളം കുളങ്ങൾ ഈ ഒരു സൈഡിൽ തന്നെ ഉണ്ടല്ലേ? ഉണ്ട്. അപ്പുറത്ത് വേറെ, അതല്ലാതെ വേറെ ഇമ്പോർട്ടഡ് വെറൈറ്റി മൊത്തം 16 കുളം ഉണ്ട് അല്ലേ? 16 കുളത്തിനും 16 വെറൈറ്റീസ്. ഇത് ജാപ്പനീസ് കോഴിയാണ്. ഞങ്ങളിതിപ്പോൾ ലോഡ് ഇറക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ. ഉച്ചയാകുമ്പോഴത്തേന് വരുമെന്നായിരുന്നു രാവിലെ പറഞ്ഞത്. ഏതാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സാധനം. അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ മീനുകൾ ഒരുപാടെണ്ണം ലോഡ് വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇത് മലിനക്കാർപ്പം പിന്നെ കൂടുതലായിരുന്നു. നല്ല ചെവിയും നല്ല കൂടുതൽ വാലും കൂടുതൽ ഡിസൈൻ ഉണ്ട്. നല്ല ചെവി പ്രത്യേക ഡിസൈനാണ്. ഉണ്ടോ? അത് വെള്ളത്തിലോട്ട് വെച്ച്
ഉണ്ട്, നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. ആ ചെവി ഉണ്ട്, അത് തന്നെ നല്ലൊരു പ്രത്യേകത. നല്ല നീണ്ട ചെവിയാണ്, സാധാ കാർപ്പിനെ പോലെ അല്ല, നല്ല നീണ്ട ചെവിയാണ് അല്ലേ? ആ നല്ല ഫിന്നുണ്ട്. ആ ഫിന്നെന്താ നല്ല ഡിസൈനിലാണ് വന്നേക്കുന്നത്. ആ ഹാ ഹാ ആ തുറന്നു വിട്ടോ കേട്ടോ. ഒരു സ്വർണത്തിൻ്റെ കളറാണ് ഇത്. ആ ഹാ ജപ്പാൻ കോഴി എന്ന് പറയുന്നത്. ആഹാ കണ്ടോ, ഒറിജിനൽ ജപ്പാൻ കോഴി. ഉണ്ടോ ഒറിജിനൽ ജപ്പാൻ കോഴി നമുക്ക് കാണാൻ കഴിയുന്ന നിറം ഇതാണ്. ജപ്പാൻ കോഴിയുടെ ഡ്രൈ കളർ നമുക്ക് തന്നെ വിട്ടോളൂ കേട്ടോ, നമുക്ക് കാണാം. നോക്കിത് കണ്ടോ ആ പോണ്ടിൻ്റെ. നമ്മളൊക്കെ വീട്ടിലൊരു പോണ്ട് സെറ്റ് ചെയ്തിട്ട് ഇതിനെ കൊണ്ട് ഇടുവാണെങ്കിൽ കണ്ടോ, അത് ഒരെണ്ണം മാത്രം അത്രയും മീനുകളുടെ ഇടയ്ക്ക് എത്ര സൈസ് ഉണ്ടെന്ന് നോക്കിയുണ്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ഷോ വെറ്റ് പെറ്റ്സിൻ്റെ തന്നെ നമ്മൾ ഫിഷിന് വേണ്ട ഫുഡും അതേപോലെ തന്നെ എൻ്റെ ആക്സസറീസിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ചേട്ടൻ്റെ പേര് എങ്ങനെ ഉണ്ടായിരുന്നു? അജോൻ. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഈ ഫിഷ് ഫുഡും പിന്നെ പമ്പും ആക്സസറീസും മാത്രം വെറ്റ് പെറ്റ്സിൻ്റെ ഒരു വേറൊരു ഏരിയ അല്ലേ? അത് ഇൻപോർട്ട് ടാങ്ക് തൊട്ട് അത് ഫിഷ് ഫുഡ്, ആക്സസറീസ്, ഹീറ്റർ, എയർ പമ്പ്, എയർ സ്റ്റോണ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് നമ്മൾ ഹോൾസെയിൽ വിലയാണോ അതോ റീറ്റെയിൽ വില? രണ്ട് വില വ്യത്യാസമുണ്ടോ? ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഷോപ്പുകാർ പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ, അതായത് പീസ് എണ്ണം കൂടുതൽ എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിന്, അല്ലെങ്കിൽ റീറ്റെയിൽ റേറ്റ്. റീറ്റെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഇച്ചിരി വ്യത്യാസപ്പെടുത്തി മാർജിൻ ഇട്ട് കൊടുക്കും. ഇതൊക്കെ എന്താ ഈ ഒരു യൂണിറ്റ്? ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം. എയർ ആയിട്ടുണ്ടല്ലോ ഈ വൈറ്റ്. ഇത് എയർ സ്റ്റോണാണ്. എയർ സ്റ്റോണിൻ്റെ വെറൈറ്റീസ് ആണ് വരുന്നത്. ആ ഹാ ഹാ. പിന്നെ ഇത് കൺട്രോളർ, ഐ കണക്ടർ, കാര്യങ്ങൾ ഉള്ള ഐറ്റംസ്. ഗൂഗിൾ പേ എല്ലാം ഉണ്ടല്ലേ? ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം നടക്കും. ഓൺലൈൻ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം എല്ലാ ഐറ്റംസും ഉണ്ട്. അല്ല നമുക്ക് ഒരു പ്ലാന്റിൻ്റെ മെഡിസിൻസും എല്ലാം ഉണ്ടല്ലേ? ഫിഷിൻ്റെ മെഡിസിനും ഉണ്ട്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ കയറി എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടുത്തെ മത്സ്യങ്ങൾക്ക് വേണ്ടി മാത്രം വച്ചേക്കുന്ന ഒരു കട. ഇതെന്തിനാ നെറ്റാണ് കേട്ടോ? ആർട്ടീമിയുടെ നെറ്റാണ്. ആർട്ടീമിയ നെറ്റുകളുണ്ട്. എത്ര ഈ ആർട്ടീമിയ നെറ്റിന് വില? 200 രൂപ. ഓക്കെ. ചെറിയ കണ്ണികളുള്ള അല്ലേ? അതേപോലെ തന്നെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാനുള്ള സൈഫൺ പമ്പ്. ഓ ഫിഷിൻ്റെ അല്ലാതെ അപ്പോൾ ബാക്കിയുള്ള പെറ്റ്സിൻ്റെ ഉണ്ടല്ലേ ഇവിടെ? ആ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ തിരുത്തുവാണ്. കാരണം ഫിഷിൻ്റെ മാത്രമല്ല ഇവിടെ, നമുക്ക് പെറ്റ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും, ഡോഗ്സിൻ്റെ ബെൽറ്റ്, ബേഡ്സിന് വേണ്ട ഫുഡ് കാര്യങ്ങൾ, അതേപോലെ അതിനുള്ള മെഡിസിൻ കാര്യങ്ങൾ. എല്ലാ ടൈപ്പ് പമ്പ്, അതായത് കാനിസ്റ്റർ ഫിൽറ്റർ ഉണ്ട് അവിടെ, കാനിസ്റ്റർ ഫിൽറ്റർ. അതേപോലെ തന്നെ നമ്മൾ അക്വേറിയത്തിൽ യൂസ് ചെയ്യുന്ന നമുക്ക് ടോപ്പ് ഫിൽറ്റർ, പിന്നെ ഇതേപോലെ ഹാങ് ഓൺ ഫിൽറ്റർ. ആർട്ടീമിയയുടെ വലിയ കുപ്പികൾ ഇരിപ്പുണ്ട്. OS ആർട്ടീമിയ. എന്നാ വേണ്ടതെന്ന് ചോദിച്ചാൽ മതി, ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. നമുക്ക് ഇതുപോലൊരു കട ഞാൻ സത്യം പറഞ്ഞാൽ കേരളത്തിൽ അധികമൊന്നും യാത്ര ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഈ പെറ്റ്സിൻ്റെ എല്ലാം കയറി ഇറങ്ങി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. എന്നാലും ഇതേപോലെ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഒത്തികർത്ത് വെച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്.